ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മുട്ട റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് റൈസ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എഗ് റൈസിനുള്ള റൈസ് ആദ്യം നമുക്ക് വേവിച്ചെടുക്കാം. റൈസ് വേവിച്ചെടുക്കാനുള്ള വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കഴുകി വെച്ചിരുന്ന ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അരിയിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കാം. അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ചൂടായ പാത്രത്തിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 5 മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പും ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചിക്കിയെടുക്കാം. മുട്ട ചിക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. മുട്ട ചിക്കി അതേ പാത്രത്തിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം. മുട്ട ചിക്കിയപ്പോഴും റൈസ് വേവിച്ചെടുത്തപ്പോഴും നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഉള്ളിയിലൂടെ ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുത്തായി സവാള വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിച്ച ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. പകുതി നാരങ്ങയും കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. രുചികരമായ എഗ് റൈസ് തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വിഭവം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക.